നീ പിന്നെയും കയറി വന്നു. അത് ശരിയാണല്ലോ. ബർത്ത്ഡേക്ക് നിന്നെ ഇവിടെ കയറ്റിയെന്ന് പറഞ്ഞേ നീ പിന്നെയും കൊട്ടാനായിട്ട് വന്നേണ? സഞ്ജയ്, എന്താ അതിന്റെ ഉദ്ദേശം? ഞാനൊരു ഫംഗ്ഷന് പൂർണ്ണിമയും ധോനിമോളെയും ക്ഷണിക്കാമെന്ന. ഓ, അത് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്കണോ? എന്ത് ഫംഗ്ഷനാ ക്ഷണിക്കാൻ വന്നെന്ന് കൂടി പറ സഞ്ജയ്. സഞ്ജയ് ആണ് ഈ വർഷത്തെ ഏറ്റവും നല്ല ജേർണലിസ്റ്റ്. അത് പണയാനായിട്ടാണ് നീ വന്ന? അപ്പ ക്ഷണിക്കാനല്ലേ? ഓ, നിനക്ക് അവാർഡ് കിട്ടിയതിനും പിന്നെ നിനക്ക് വേറെ ചാനൽ മുതലാളിയെ കിട്ടിയെന്ന് കാണിക്കാനായിരിക്കും വന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഇവിടെ പോലെ ആവശ്യം കഴിയുമ്പോ കളഞ്ഞിട്ട് പോകുന്ന ആളല്ല ഞാൻ. താര പ്ലീസ് ഒന്ന് നിർത്തോ. താനൊന്ന് പുറത്തേക്ക് പോകും. താര മാത്രമല്ല, നിങ്ങളും പോണം. ഞാനൊന്ന് പറയട്ടെ. എന്തിനാ സഞ്ജയ് ഇങ്ങനെ നാണം കിടുന്നത്? താര നീ ഒന്ന് വെറുതെ ഇരിക്കെ. എന്റെ മോളെ എവിടെ? ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. എന്തിന്? ഇവിടെ നിങ്ങളുടെ മോളൊന്നുമില്ല. ഓഹോ, അപ്പൊ ധ്വനി സഞ്ജയുടെ മോളല്ലേ? എന്ന് വെച്ചാൽ താര നിർത്താൻ. മോളെ, മോളെ, ധോനി മോളെ. വേണ്ട. എന്നോട് ക്രൂരമായിട്ട് പെരുമാറുന്ന പോലെ എന്റെ മോളോട് പെരുമാറില്ലേ. ഞാനും സംസാരിച്ചോട്ടെ. മോളെ, ഇതെന്താ എണ്ണൊക്കെ ഉണ്ടല്ലോ മോളുടെ കയ്യില്? ആ, കളിക്കാണോ? ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കളിത്തോക്കല്ല. ഇതാ, ഇത് ഒറിജിനൽ തോക്ക. അമ്മേ, ഇതെവിടുന്നാ? ഇതെനിക്ക് ദുർഗയുടെയും കിരണിന്റെയും മുറിയിൽ നിന്ന് കിട്ടിയാണ്. നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് കേട്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിരണിന്റെയും ദുർഗയുടെയും മുറി തന്നെ ഉണ്ടാവും. അവർക്ക് എവിടുന്ന തോക്ക്? പണ്ട് ദുർഗയുടെ മുറിയിൽ നിന്ന് എനിക്കും തോക്ക് കിട്ടിയതാ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിച്ചില്ല. എനിക്ക് വട്ടായതുകൊണ്ടാണ് പറയുന്നെന്ന് വരെ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നോക്ക്, ഇനി പറ, നിങ്ങക്ക് എവിടുന്നായി തോക്ക് കിട്ടിയ? പറ വേഗം. നിങ്ങൾ എന്തിനാ മുറിയിൽ തോക്ക് സൂക്ഷിച്ചത്? ആ പറ. എന്താ മറുപടി പറയാത്തെ? ചോദിച്ചത് കേട്ടില്ലേ? ഇവള് മുമ്പും ഇങ്ങനെ എന്തെങ്കിലും കള്ളത്തിനെ കാണിച്ച് പിടിച്ച പിന്നെ
ഒരക്ഷരം മിണ്ടില്ല. അവസാനം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയും ചെയ്യും. അത് തന്നെ. ദേ, ഇത്തവണ ആരും അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ പൂർണിമേ, നീയല്ലേ ഇവർക്ക് രണ്ടുപേർക്ക് ഇവിടെ അഭയം കൊടുത്ത്? നിക്കുന്ന കണ്ടില്ലേ പന വിഴുങ്ങി കണക്ക്. ചോര് പൂർണിമ അങ്ങോട്ട്, ഈ തോക്ക് എവിടുന്നാ ഇവർക്ക് കിട്ടിയെന്ന് ചോര്. എന്താ മിണ്ടാതെ നിൽക്കുന്നെ? വാ തുറന്ന് പറയടി. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നീയൊക്കെ ഇനി വല്ല തീവ്രവാദികളാണോ? ആണോ? അതോ പോലീസ്? കണ്ടുകൂടെ മിണ്ടാ ഇവിടെ നിക്കുന്നുണ്ടോ? ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ടേ എങ്ങനെ മറുപടി പറയണം വേണ്ട സാദേവ, ഞാൻ പറയിക്കാം. എന്തേ കാണിക്കുന്നേ? എന്നാ നീ പറയിക്ക് പൂർണിമേ. ദുർഗ, എന്താ സത്യം വെച്ചാ പറ. എന്ത് സത്യം? ഞങ്ങൾക്കൊന്നും അറിയില്ല ചേച്ചി. ഓ, ഈ തോക്ക് എങ്ങനെ അലമാരയിൽ വന്നു ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. നിങ്ങൾക്കറിയാം, പക്ഷെ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയില്ല. അമ്മേ വേണ്ട. അല്ല ദേ, മര്യാദക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ ഈ തോക്ക് കൊണ്ട് തന്നെ നീയൊക്കെ തീരും. അമ്മേ അമ്മേ എനിക്ക് പേടിയൊന്നുമില്ല. അമ്മേ ഒന്ന് നിർത്തം. പറയുന്നുണ്ടോ നീ? എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? ദുർഗയ്ക്കും കിരണിനും പണി കൊടുക്കാൻ പറ്റിയ നല്ല അവസരം. രണ്ടിന്റെയും കള്ളത്തരി ഇപ്പൊ പൊളിച്ചു തരാം. പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. അയ്യോ പൊട്ടി ചോരക്കളം.